യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കത്തോലിക്ക സഭയിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഭക്ഷണം, മനുഷ്യൻ്റെ വസ്ത്രം, അതുപോലെ തന്നെ താമസ സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് സഭ ഇടപെടുന്നതെന്നും പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചത് ചില സംഘടനകളെക്കുറിച്ചാണ്. കാരിത്താസ്, CRS, റെഡ് ക്രോസ് എന്ന സംഘടനകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നാണ്. തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ഈ കാര്യങ്ങൾ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മളോടുകൂടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കത്തോലിക്ക സഭയിലെ ചില സംഘടനകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കാരിത്താസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, CRSനെ കുറിച്ച് പറഞ്ഞു, കൂട്ടത്തിൽ റെഡ് ക്രോസിനെ കുറിച്ചും പറഞ്ഞു. ഇതല്ലാതെ ഇനിയും മറ്റേതെങ്കിലും മേഖലകൾ ഉണ്ടോ? സഭ, അത് കത്തോലിക്ക സഭയാകട്ടെ മറ്റ് ക്രൈസ്തവ സഭാവിഭാഗങ്ങളാകട്ടെ, ഉപവിപ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ദരിദ്രരുടെ സംരക്ഷണത്തിലൂടെ, ദരിദ്രരും അനാഥരും ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിലൂടെ സഭയുടെ സാമൂഹിക ദർശനം വെളിപ്പെടുത്തുന്നു. കത്തോലിക്ക സഭ, അതോടൊപ്പം തന്നെ മറ്റ് സഭാ വിഭാഗങ്ങൾ, റെഡ് ക്രോസ്, അത് കത്തോലിക്ക സഭയുടെ ആയിട്ടല്ല അത് തുടങ്ങിയത്. അത് സ്വിസ് പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള സംഘടനകളോട് മാത്രമല്ല സഭയുടെ സാമൂഹ്യ ദർശനം സഭ വെളിപ്പെടുന്നത്. മറ്റ് പ്രവർത്തന മേഖലകളും സഭയ്ക്ക് ഉണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് സഭ എന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ലോകത്തിലെല്ലായിടത്തും വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമാണ്. ലോകത്തിലെല്ലായിടത്തും, ഒരു ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഇന്ന് പൊതുവിൽ കണക്കാക്കുന്ന ഒരു കാര്യം, 2,50,000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിലെല്ലായിടത്തുമായിട്ട് കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്, നേതൃത്വത്തിൽ ഉള്ള. അതിൽ 1,800-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്, കത്തോലിക്ക യൂണിവേഴ്സിറ്റികൾ. അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ, ഈ കത്തോലിക്ക സഭയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സന്യാസ സഭയാണ് ഈശോ സഭ. ഈശോ സഭക്കാരുടേതായിട്ട് തന്നെ 114ഓളം യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്തിൽ. 114. അവരുടെ ഒരു കണക്കനുസരിച്ച് ഞാൻ ഈ അടുത്ത നാളിൽ കണ്ടതാണ്. 114ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം 2,50,000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിൽ, കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റ് സഭകളുടെ കീഴിലും എന്തുമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഇതര സംവിധാനം എഡ്യൂക്കേഷൻ ഫീൽഡിൽ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സഭയാണ്, ക്രൈസ്തവ സഭകളാണ്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമാണ് മനുഷ്യനെ സാംസ്കാരികമായിട്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായിട്ട് ഉയർത്തുന്നതിൽ നിർണായകമായിട്ട് പങ്ക് വഹിക്കുന്നത്. അറിവ് പകരുക എന്നുള്ളതാണ്. അറിവ് പല മേഖലകളിലുള്ള അജ്ഞതയെ മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആഫ്രിക്ക
ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആഫ്രിക്ക ഇരുണ്ട ഒരു ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഈ പുസ്തകത്തിൽ അച്ചടിച്ച് വന്നതും അങ്ങനെയാണ്. ഇപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഫ്രിക്കയിൽ ഒരു പുസ്തകം, ഒരു വൈദികന് എഴുതിയിട്ടുള്ള, ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു വൈദികൻ എഴുതിയ പുസ്തകം വായിക്കാനിടയായി. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, അതിൻ്റെ ശീർഷകം തന്നെ ആഫ്രിക്ക ഈസ് നോട്ട് എ ഡാർക്ക് കോണ്ടിനെൻറ്റ് എന്നാണ്. അത് ഇരുളടഞ്ഞ ഭൂഖണ്ഡമല്ല എന്ന് പറയാണ്. എന്നിട്ട് അതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നൊരു കാര്യം, ഒരുപക്ഷെ അജ്ഞതയിൽ, ഇരുട്ടിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും, ഞങ്ങളുടെ പൂർവികർ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നു, ഞങ്ങളുടെ ഭൂഖണ്ഡം വെളിച്ചത്തിലേക്ക് വന്നു. അതിൻ്റെ കാരണം ഈ ക്രൈസ്തവ മിഷണറിമാരാണെന്ന് ദയവായിട്ട് പറയുകയാണ്. ആഫ്രിക്കയിൽ നമ്മൾ ഓർക്കണം 54 രാജ്യങ്ങളുണ്ട്. ഈ 54 രാജ്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനേക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ ക്രൈസ്തവ, ഇതിലെ മിക്ക രാജ്യങ്ങളിലും, 54 രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും ഈ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് മാനുഷിക മൂല്യങ്ങളിൽ, ധാർമ്മിക മൂല്യങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു വിദ്യാഭ്യാസമാണ്. മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന, അവൻ്റെ വളർച്ചയുടെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, ബുദ്ധിപരമായിട്ടുള്ളത്, അതുപോലെ തന്നെ അവൻ്റെ മാനസികമായിട്ടുള്ളത്, സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, എങ്ങനെയാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്ന, അങ്ങനെയുള്ളൊരു വികാസത്തിൻ്റെ സർവ മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിനാണ് സഭ ഊന്നൽ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴിയായിട്ട് എന്തുമാത്രം അജ്ഞതയാണ്, മനുഷ്യൻ്റെ അജ്ഞതയാണ് മാറ്റിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം. നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ തന്നെ വരുമ്പോഴത്തേക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 15,000-ത്തിലധികം സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ അത് കോളേജുകളും പ്രൈമറി സ്കൂളുകളും മുതൽ തന്നെ, പ്രീ പ്രൈമറി മുതൽ ഉള്ള സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് കണക്കിൽപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു കണക്കാണ്, CBCIയുടെ ഉള്ള ഒരു കണക്കാണ്. അപ്പോൾ 15,000-ത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും ഈ ഗ്രാമങ്ങളിലാണ്, വില്ലേജുകളിലാണ് ഇങ്ങനെയുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജുകളിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. പട്ടണത്തിലൊക്കെ പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ടവർക്ക് അത് വഹിക്കാനായിട്ടുള്ള, അതിൻ്റെ ചിലവ് വഹിക്കാനായിട്ടുള്ളത് ഇല്ല, യാത്രാ സൗകര്യം ഇല്ല. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, അതുകൊണ്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ 70% ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്ക്, വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഈ മിഷണറിമാരുടേതായിട്ടുള്ള ഒരുപാട് സ്കൂളുകൾ ഉണ്ട്. അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ട്രൈബൽ ഏരിയയിൽ, നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ മിഷണറിമാർ ഒരുപാട് സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയാണ് ലോകത്തിലെല്ലായിടത്തും. ലാറ്റിൻ അമേരിക്ക എന്ന് പറയരുതെന്ന് അവർ പറയും, തെക്കേ അമേരിക്ക എന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു മതത്തിൻ്റെ കൊളോണൈസേഷൻ്റേതായിട്ടുള്ള ഒരു കൊളോണിയൽ ഒരു രാജ്യങ്ങളുടെയൊക്കെ കീഴിൽപ്പെട്ട ഒരു ചിന്ത വരും, ഒരു അടിമത്തത്തിൻ്റെ. അത് പറയരുത്, തെക്കേ അമേരിക്ക എന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ പണ്ടൊരാൾ കറക്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, തെക്കേ അമേരിക്കക്കാരൻ. അപ്പോൾ അവിടെയെല്ലാം ഈ അവികസിതമായിട്ടുള്ള മേഖലകളിൽ, പ്രദേശങ്ങളിൽ ഒക്കെ സഭയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലകളിലും
സാമൂഹ്യ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും പ്രത്യേകിച്ച് തത്വശാസ്ത്രപരമായ മേഖലയിലുള്ള പ്രഗത്ഭരായ പലരും തന്നെ അവരുടെ വിദ്യാഭ്യാസം കത്തോലിക്ക സ്ഥാപനങ്ങളിലാണ് നടത്തിയത്. അതെ, അത് തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളിപ്പം നമ്മളെ രാഷ്ട്രീയക്കാരുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും വളരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാർ അവർ പലരും പഠിച്ചിരിക്കുന്നത് ഈ കത്തോലിക്ക സ്ഥാപനങ്ങളിലോ അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കത്തോലിക്ക സഭ നടത്തുന്ന അല്ലാത്ത മറ്റ് ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലോ ആണ്. പലരും ജെസ്യൂട്ട്സിൻ്റെ കോളേജുകളിൽ അധികം ആളുകൾ ജെസ്യൂട്ട്സിൻ്റെ ആണ് പഠിച്ചത്. പിന്നെ ഡൽഹിയിൽ ഒക്കെ ആണെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള അതൊക്കെ വലിയ അറിയപ്പെടുന്ന ഒരു കാലത്തൊക്കെ അറിയപ്പെടുന്ന കോളേജുകളാണ്. അപ്പം നമ്മൾ ഓർക്കുമ്പോഴും വേറെ വിദേശത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും കരുതുന്ന മാത്രമല്ല ടോപ്പ് റാങ്കിൽ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റികൾ എല്ലാം സഭകൾ ആരംഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴതിനൊരു മതേതര സ്വഭാവമുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ. എങ്കിലും സഭകളുടെ സ്ഥാപിച്ചിട്ടുള്ള സഭകളുടെ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അകത്തെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ അവരുണ്ടെന്നുള്ള കാര്യമാണ് ഓർക്കുന്നത്. സ്പെയിനിലാണെങ്കിൽ സലമാങ്ക യൂണിവേഴ്സിറ്റി ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരിക, സഭയുടെ ഒരു പ്രവർത്തന മേഖല അത് സാമൂഹ്യമായിട്ടുള്ള ഒരു വികസനത്തിന് അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണിത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട്, ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടിയിട്ട് മാറ്റിത്തിരുത്തിക്കുന്നില്ല. എല്ലാവരെയും എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് അത് സമ്പന്നരെയും ദരിദ്രരെയും ഉൾക്കൊള്ളുന്ന ആണ്. അപ്പം വേർതിരിവില്ല. അതുപോലെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ നോക്കുമ്പോൾ പള്ളിക്കൂടങ്ങൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉച്ചനീചത്വങ്ങൾ ഇല്ല. അവിടെ വാസ്തവത്തിലൊരു ജാതീയ ചിന്ത അവസാനിപ്പിക്കുകയാണ് അതുവഴിയായിട്ട്. ഇവിടെ കേരളത്തിൽ ചവറാച്ചൻ അല്ലേ, ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്നുള്ളതാണ്. അപ്പോൾ ഈ സവർണര് അവർണര് എന്ന് ഉള്ള വേർതിരിവ് ആ സ്കൂളുകളില്ല. മറ്റു നമ്മൾ ഓർക്കണം, വടക്കേ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർണർക്ക് സ്കൂളിൽ പോകാനായിട്ട് അവകാശമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകളിലാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇങ്ങനെ ഉച്ചനീചത്വങ്ങളൊക്കെ വേർതിരിവ് പലതിൻ്റെയൊക്കെ പേരിൽ വേർതിരിവ് മനുഷ്യവംശത്തെയൊക്കെ വേർതിരിക്കുന്ന അതിലാണ് ഒരു സാർവത്രികത. സർവ്വലോകത്തിനുമായിട്ട് രക്ഷകനായിട്ട് വന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു സുവിശേഷം ഇങ്ങനെ അറിവ് കൊടുത്തുകൊണ്ട് തന്നെ പ്രഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അപ്പം അതുവഴിയായിട്ടൊക്കെ എന്തുമാത്രം അജ്ഞതയാണെന്ന് ഒരുപാട് അജ്ഞത. അപ്പം മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അജ്ഞതയുണ്ടായിരുന്നു, ഒരുപാട് തെറ്റായിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് സതി നിർത്തലാക്കുന്നുള്ളൊരു കാര്യമാണ്. അന്നത്തെ ആളുകൾ അത് ശരിയാണെന്നൊക്കെ വിശ്വസിച്ചൊക്കെ നടത്തിയിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് തെറ്റാണ്, അതിലെ തിന്മ. ശൈശവ വിവാഹം, അപ്പോൾ ഇങ്ങനെ ഉള്ള അതുപോലെ തന്നെ മറ്റു പല അന്ധവിശ്വാസങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സാവകാശം വിടുന്ന മാറാനായിട്ടൊക്കെയുള്ള കാരണമായിരിക്കുന്ന വിദ്യാഭ്യാസമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് ക്രൈസ്തവ സഭ ഒരുപാട് നൽകാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുതെന്നുള്ളതാണ്. അല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ആളുകളെ, പാവപ്പെട്ട ആളെ ചൂഷണം ചെയ്തിരുന്നത് ഈ അജ്ഞത കൊണ്ടാണല്ലോ. അതെ. അപ്പോൾ നമ്മുടെ ആളുകൾ, മിഷണറിമാർ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ അവരുടെ അജ്ഞത മാറി, അവരുടെ അടിമത്തത്തിൽ നിന്നും മോചനമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പം അതുകൊണ്ടാണല്ലോ ഈ മിഷണറിമാരെ അവർ പ്രധാന കാരണം പീഡിപ്പിക്കാൻ. അത് സാർ പറഞ്ഞത് കൃത്യമാണത്. കാരണം ഈ പാവപ്പെട്ട ആളുകൾ, താഴേക്കിടയിൽപ്പെട്ട ആളുകളുടെ കുഞ്ഞുങ്ങൾ, അത് സവർണരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ അവിടെ പശുവിനെ നോക്കി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്, കുട്ടികളാണ്. അപ്പോൾ വിദ്യാഭ്യാസമില്ല. അപ്പം നമ്മൾ സ്കൂളിൽ തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുട്ടികളും സ്കൂളിൽ ചേരുമ്പോഴത്തേക്കും അവർക്ക് ജോലി ചെയ്യാൻ ആളുകളില്ല. പിന്നെ മാത്രമല്ല, ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ചില അടിമത്ത വ്യവസ്ഥിതിയെ ഇവർ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അത് സവർണരായിട്ടുള്ള ആളുകളെ ചൊടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തെ തടയാനായിട്ടൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പറയാൻ കൊള്ളുന്ന കാരണമല്ലാത്തത് കൊണ്ട്
ഈ മതമാറ്റം എന്നുള്ള ഒരു കുറ്റാരോപണം, തെറ്റായിട്ടുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തെയൊക്കെ ഈ ഇന്ത്യയിലെ ചിലയിടത്തൊക്കെ തടയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ വിദ്യാഭ്യാസ മേഖല സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ്. അത് ലോകത്തെ എമ്പാടും, ലോകത്തെങ്ങും എല്ലാ കാലങ്ങളിലും ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് മറ്റ് സമുദായങ്ങളും, ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മറ്റ് സമുദായങ്ങളും എല്ലാം ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. അത് ആര് വഴിയാണെങ്കിലും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു മേഖല നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആരോഗ്യ രംഗത്തുള്ള സഭയുടെ പ്രവർത്തനമാണ്. ആരോഗ്യ മേഖലയിലുള്ള സഭയുടെ പ്രവർത്തനം അത് യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിലുള്ള, ശുശ്രൂഷയിലുള്ള പങ്കുചേരലാണ്. നമ്മൾ സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തു അനേകർക്ക് വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളിൽ വലയുന്ന ആളുകൾക്ക് സൗഖ്യം നൽകുന്നതായിട്ട്, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സൗഖ്യം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ഈ ശുശ്രൂഷയിൽ, സൗഖ്യം നൽകുന്ന ശുശ്രൂഷയിൽ ശിഷ്യന്മാരെ പങ്കാളികളാക്കുന്നു, അവരെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അതിനുള്ള അധികാരവും ഒക്കെ കൊടുക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആദിമസഭ മുതൽ തന്നെ ഈ രോഗി ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലുള്ള പങ്കുചേരലാണെന്നും അത് തങ്ങളെ സഭയെ ഫലമേൽപ്പിച്ചതാണെന്നുമുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സഭ അത് നിർവഹിച്ചു വരികയാണ്. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും. അപ്പോൾ 2025 കണക്കനുസരിച്ച് 26%, ലോകത്തിലെ 26% ഈ ആരോഗ്യ പരിപാലന രംഗത്തുള്ള സ്ഥാപനങ്ങൾ, പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭയുടേതാണ്. അപ്പോൾ 4/1 അതെ, 4/1 അത് കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിസ്പെൻസറി മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരംഭത്തിൽ അതിൽ ഇവിടെ ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് ഈ അവികസിത മേഖലയിൽ ആണ് ഇത് കൂടുതലായിട്ടും ഇതിൽ ഉള്ളതിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 70% നമ്മുടെ ആശുപത്രികൾ, അതുപോലെ ഡിസ്പെൻസറികൾ, ഇന്ത്യയിൽ ഈ ഛായ് എന്ന് പറയുന്ന കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ കണക്ക് അനുസരിച്ച് 3572 ചെറുതും വലുതുമായിട്ടുള്ള ആശുപത്രികൾ കത്തോലിക്ക സഭയുടെ കീഴിലായിട്ടുണ്ടെന്നുള്ള ഓർക്കണം. അപ്പം നമ്മൾ ഓർക്കണം, കത്തോലിക്ക സഭയുടെ അല്ലാത്ത മറ്റ് ഇതര ക്രൈസ്തവ സഭകൾക്കും ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ആശുപത്രികളും ഡിസ്പെൻസറികളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരോഗ്യ പരിപാലന മേഖലയിൽ സഭയുടെ ആരംഭം മുതൽ തന്നെ നമ്മൾ പരസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് തന്നെ നമ്മളിതേക്കുറിച്ച് കാണുകയുണ്ടായി. ചില സന്യാസഭകളുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അതിൻ്റെ കീഴിൽ തന്നെയാണ് രോഗി ശുശ്രൂഷ ആരംഭിക്കുന്ന, രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഭവനങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഈ രോഗി ശുശ്രൂഷ വഴിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർ നടത്തുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തൊരു ലാഭേച്ഛയ്ക്ക് വേണ്ടിയല്ലല്ലോ. അതല്ല അതിൻ്റെ ഇത്. പ്രത്യേകിച്ച് നമ്മുടെ ഡിസ്പെൻസറികൾ എന്നുണ്ട്, ഉൾപ്രദേശങ്ങളിലുള്ള നമ്മളെ ഡിസ്പെൻസറികൾ. അപ്പോൾ ഇത് എന്തുമാത്രമാണ് ഞാൻ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കയിൽ ഈ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ വലിയ ആശുപത്രികളൊന്നുമില്ല. അവിടെ തന്നെയാണെങ്കിലും ചില രാജ്യങ്ങളിൽ ചില വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ടെങ്കിലും ചില ആശുപത്രി ചുരുക്കം ചില രാജ്യങ്ങളിൽ, മറ്റു ചില രാജ്യങ്ങളിൽ ഇല്ല, അങ്ങനെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇല്ല. പക്ഷെ ഹോസ്പിറ്റലുകൾ പല രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും എല്ലാ സഭകൾ നടത്തുന്ന ആശുപത്രികളാണ്. അതും പ്രധാനമായിട്ട് വില്ലേജുകൾ നടത്തുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ആശുപത്രികൾ വഴിയായിട്ട് എന്തുമാത്രം ഈ ശിശുക്കളുടെ മരണനിരക്ക് കുറയുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരുപാട് ശിശുമരണം ഉണ്ടായിരുന്നു ഈ പ്രസവത്തോടനുബന്ധിച്ച് ഉള്ള ഒരു
മരണനിരക്കൊക്കെ ഒരുപാട് കുട്ടികൾ മരിക്കുമായിരുന്നു. കുട്ടികളും മരിക്കുമായിരുന്നു, സ്ത്രീകളും മരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മരണനിരക്കിൽ വലിയ വ്യത്യാസം വന്നു. അതുപോലെ തന്നെ മറ്റൊരു ഈ സാംക്രമിക രോഗങ്ങൾ അഫക്റ്റ് ചെയ്ത് ഒരുപാട് പേര് മരിച്ചിരുന്നു. അതിലൊക്കെ ഈ കാലാകാലങ്ങളിൽ ഒരുപാട് വ്യത്യാസം, ഒരുപാട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വർഷവും ഈ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും സെറബ്രൽ മലേറിയ, തലച്ചോറിന് ബാധിക്കുന്ന മലേറിയ ആയിട്ട് തന്നെ 10,000-കണക്കിന് മനുഷ്യർ ഓരോ രാജ്യത്തും മരിക്കുമായിരുന്നു. അതിലുമൊക്കെ കുറവ് വന്നിരിക്കുന്നതിനൊരു കാരണം പ്രത്യേകിച്ച് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്നു. അതൊക്കെ നടത്തുന്നത് സർക്കാർ അല്ല. അപ്പോൾ ഈ സഭയുടെ പ്രവർത്തനം ആ മേഖലകളിലേക്ക് ഒരുപാട് ഉണ്ട്, ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതിൽ സാറ് മുമ്പ് പറഞ്ഞതുപോലെ ഈ ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന പറയുന്നതിൽ ഇപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, ആരോഗ്യ ഈ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആശുപത്രികൾ, അതിലൊരു 85% നടത്തുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് അവരവരുടെ ആ ആരോഗ്യം ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരതിൻ്റെ ഒരു ലാഭം നോക്കിയിട്ടൊന്നുമല്ല, ഒരിക്കലും ഒരു ലാഭം നോക്കിയിട്ടല്ല ഈ ഡിസ്പെൻസറികൾ. പിന്നെ നമുക്കെതിരെ ചിലപ്പോഴെങ്കിലും ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന ഈ ചെലവും ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റ് സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളവും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം, ഇങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നും, ഇത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ ചാർജാണെന്ന് തോന്നും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ചിന്ത ആളുകളുടെ ഇടയിൽ ചിലപ്പോഴെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഉള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരിക, വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ തന്നെ നമുക്ക് ഈ സഭ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യ പരിപാലന മേഖല. പിന്നെ അവഗണിക്കപ്പെട്ട ചില വിഭാഗങ്ങൾ രോഗികളിൽ തന്നെയാണെന്നുണ്ടെങ്കിലും, ഇപ്പം കുഷ്ഠരോഗികൾ, കുഷ്ഠരോഗ ആശുപത്രികൾ ലോകത്തിലെല്ലായിടത്തും തുടങ്ങിയത് ഗവൺമെൻറ് അല്ല. ആദ്യത്തെ ഏജൻസികൾ എന്നൊക്കെ പറയുന്നത് സഭകളാണ്. നമ്മുടെ ഭാരതത്തിൽ തന്നെ ആണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ തുടങ്ങിയിരിക്കുന്ന കുഷ്ഠരോഗ ആശുപത്രികൾ തുടങ്ങിയിരിക്കുന്നത് പലതും ഈ മിഷണറിമാർ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ തുടങ്ങിയിട്ടുള്ള കുഷ്ഠരോഗ ആശുപത്രികളുണ്ടെന്ന് ഓർക്കണം. കുഷ്ഠരോഗ ആശുപത്രികൾ കേരളത്തിലുണ്ടല്ലോ. അതെ, കേരളത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരിക, അതുപോലെ ബഹുമാനപ്പെട്ട ഈ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ചേർത്തലയിൽ സിസ്റ്റേഴ്സ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള, അതായത് ചില പ്രത്യേക വിഭാഗങ്ങൾ, ഇപ്പോൾ നമുക്ക് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കാനായിട്ട്, അവരുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന സന്യാസ വിഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ക്ഷയരോഗികളായിട്ടുള്ള ആളുകളെ നോക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, ആശുപത്രികൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാനസിക രോഗി, അപ്പം ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ ഒക്കെ നേരിടുന്ന, അപ്പോൾ മാനസിക വെല്ലുവിളികൾ, ശാരീരിക ആയിട്ടുള്ള വെല്ലുവിളികളൊക്കെ നേരിടുന്ന രോഗികളായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സംവിധാനം, ഇതൊക്കെ സഭകളാണ് വാസ്തവത്തിൽ ഏറ്റെടുക്കുന്നത്. കാരണം സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലുള്ള ആളുകളെ സഭ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ. അപ്പം അതൊരു വലിയ ദർശനമാണ്. ദർശനം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ, ഒരു ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ എയ്ഡ്സ് രോഗികളെ, അതെ സാർ പറഞ്ഞ എയ്ഡ്സ് രോഗികൾക്കായിട്ടുള്ള ആശുപത്രികൾ. ഞാൻ നൈറോബിയിൽ ഈ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന വലിയ ഒരു സ്ഥാപനമുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഈ അഡോറേഷൻ സിസ്റ്റേഴ്സാണ് അതിൻ്റെ ഒരു നേതൃത്വം അതിന് വഹിക്കുന്നത്. ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പം 100 കണക്കിന് രോഗികളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പക്ഷേ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗികളെ നമ്മളാണെന്ന് തോന്നുന്നു, അതെ, ഡിവൈൻ തുടങ്ങിയത്. അതെ, ഇപ്പോഴും ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരിക, അപ്പം ഇങ്ങനെ സംരക്ഷിക്കുന്ന, അതായത് ആ സമൂഹത്തിൽ ഇന്ന രോഗമാണ്
അത് സാംക്രമിക രോഗമാണ്, പകർന്നവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും അവജ്ഞയോടുകൂടിയൊക്കെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സ്വീകരിക്കാനായിട്ട്, പ്രതിഫലേച്ഛയൊന്നും കൂടാതെ ഇത് ചെയ്യാനായിട്ട്, രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട്, ഇപ്പം മദർ തെരേസയുടെ സന്യാസ സമൂഹം അവർ പ്രവർത്തിക്കുന്നവരുടെ ഇങ്ങനെയുള്ള മേഖലകളാണ് നമ്മൾ ഓർക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ സഭ ഈ വിശപ്പ് മാറ്റുക മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം സഭ മറ്റു പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൂടെയൊക്കെ സഭയുടെ സാമൂഹ്യ ദർശനം വെളിപ്പെടുത്തുന്നു. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിലും ആതുര സേവന രംഗത്തും എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.